അങ്ങനെ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ദേ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ അവിടെ കിടക്കുന്ന കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പുതിയ ചേസ് ഗൈസ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏതൊരു വണ്ടിഭ്രാന്തൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ചേസ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളത് എടുക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാനിങ്ങനെ എണ്ണി ഇരിക്കുകയായിരുന്നു. ഫൈനലി ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഗൈസ് അങ്ങോട്ടങ്ങ് പോയേക്കാം. നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. വണ്ടി എടുത്തിട്ട് ഗൈസ് എനിക്ക് ഈ ഒരു വീട്ടിലൊന്ന് കൊണ്ടിടണം. ഈ ഒരു വീട്ടിൽ നമുക്ക് കയറ്റാനായിട്ട് പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് ഇവിടെ ഒന്ന് കയറ്റി ഇറക്കി നമുക്ക് വേറെ സ്ഥലത്ത് വണ്ടി കൊണ്ടിടണം. അപ്പോൾ എൻ്റെ ഏതെങ്കിലും ചെറിയ ചെറിയ ഓട്ടത്തിനൊക്കെ ഞാൻ എടുക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ. ഇത് അപ്ഗ്രേഡ് ചെയ്യണോ ഗൈസ്, അതോ ഇത് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതിയോ? ഇത് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്, വണ്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്തായാലും കേസ് ഈ വണ്ടി ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഡെലിവറിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചേസ് എടുത്തിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വർക്കിന് വണ്ടി കൊടുക്കത്തുള്ളൂ. ഒരു 3-4 ദിവസം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കട്ടെ ഗൈസ്, നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. ഞാൻ ഒരുപാട് ബസ്സുകളൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു ചേസ് ഒന്നും ഓടിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ചേസ് ഓടിക്കാനായിട്ട് പോകുന്നത്. ഈ ചേസ് എടുത്തു കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ മിക്കവാറും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന് പോകാൻ പറ്റിയൊരു വണ്ടി ഉടനെ സെറ്റാക്കുന്നതായിരിക്കും. നമ്മളൊരു ട്രിപ്പൊക്കെ ഗൈസ് ഉടനെ പോകാനായിട്ട് തുടങ്ങുവാണ്. ഈ ഒരു ഇന്നോവ ക്രിസ്റ്റയിൽ എന്തായാലും നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല, അതിനുള്ള സൗകര്യമൊന്നും ഈ ഒരു വണ്ടിക്കകത്തില്ല. അപ്പോൾ ഒരു ക്യാരവാൻ സെറ്റപ്പാണ് ഗൈസ് നമ്മൾ നോക്കുന്നത്. അതുപോലത്തെ വണ്ടികൾ വല്ലതും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, ജസ്റ്റ് എൻ്റെ ഒരു ചേസ് എടുക്കുന്നതായിട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ, അല്ലാതെ നമ്മൾ ട്രിപ്പൊന്നും പോവുമല്ലോ. അപ്പം ചേസ് എടുക്കുക, നേരെ വീട്ടിൽ കൊണ്ട് ഇടുക, വീഡിയോ എൻഡ് ചെയ്യുക എന്നാണ് ഞാനിപ്പം പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വല്ലതും സംഭവിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വഴി കണ്ടോ ഗൈസ്, അവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബസ് കൊണ്ടിടാം. പക്ഷേ ഇപ്പം നമുക്ക് ഒരു ബസ് മാത്രമേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ബസ് വല്ലതും വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് വണ്ടികൾ ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഉടനെ തന്നെ സെറ്റ് ചെയ്യണം. ഞാൻ ഇനി എന്തായാലും പറഞ്ഞൊന്നും സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ചേസ് കിടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങ് വിട്ടേക്കാവേ. A few moments later. ആൻഡ് ഫൈനലി ഗൈസ് നമ്മുടെ ആ ഒരു ചേസ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ തന്നെ എത്തിയിരിക്കുകയാണ്. ദേ ഗൈസ് ഇവിടെ നമ്മുടെ ചേസ് ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ കിടപ്പുണ്ട്. ചേസ് മൊത്തത്തിൽ അങ്ങ് അലങ്കരിച്ച് വേറെ ലെവൽ ലുക്കിൽ കിടക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു ക്ലീൻ സ്ഥലമാണ് കേട്ടോ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി ചൂസ് ചെയ്തത്. എന്തായാലും വണ്ടി ഗൈസ് അങ്ങനെ വലുതായിട്ട് റിവ്യൂ ചെയ്യാനായിട്ടൊന്നും ഇല്ല, കാരണം ഇത് ജസ്റ്റ് ഒരു ചേസ് ആണ്. ഇതൊരു ബസ്സായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ തരാമല്ലോ. ഇതിനെയും ബോഡിയൊക്കെ സെറ്റായി വരുമ്പോൾ ആയിരിക്കും വേറെ ലെവൽ കാണാനായിട്ട്. എന്തായാലും നോർമലി ആൾക്കാർ ഇറക്കുന്നതിനെക്കാട്ടിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നാണ് ഗൈസ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനമായിരിക്കും നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് വണ്ടി എടുക്കുക, നേരെ വീട്ടിലേക്ക് പോവുക, അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ. എന്തായാലും ചേസ് ഓടിക്കാനായിട്ട് ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വണ്ടിക്കകത്ത് അങ്ങ് കയറിയേക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, നെയിം ബോർഡോ ഒന്നും നമ്മൾ ഒട്ടിച്ചിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സൺഫിലിം അടിച്ചിട്ടുണ്ട്, കാരണം വെളിയിൽ നിന്ന് വരുന്ന ചൂടുണ്ടല്ലോ ഗൈസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ചൂടാണ്. നമുക്കൊരു 4 ദിവസം ഈ ഒരു വണ്ടി ഓടിച്ച് നടക്കാനുള്ളതാണ്. അപ്പം അതൊന്ന് ഇതാക്കാൻ വേണ്ടിയാണ് അവിടെ സൺഫിലിം ഒട്ടിച്ചത്. സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുവാണെങ്കിൽ നല്ല സ്മൂത്ത് ആണ് കേട്ടോ. എന്തായാലും നമുക്ക് പുതിയ വണ്ടി ഇവിടെ നിന്ന് അങ്ങ് എടുത്തേക്കാം. എൻ്റെ മോനെ ഗൈസ്, അപ്പം എന്തായാലും നമ്മുടെ ഫസ്റ്റ് ചേസ് വേണ്ട വെളിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കേസ് ഒരുപാട് ചേസുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റട്ടെ. എന്തായാലും കുറേ വണ്ടികൾ കേസ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് വേറെ ലെവലാക്കാം. നമ്മളൊരു ബസ് ഓടിക്കുന്നതിനെക്കാട്ടിലും ടാസ്ക്കാണ് ഈ ഒരു ചേസ് ഓടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനൊന്നും തോന്നില്ല, ബസ് ഓടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം അവിടം വരെ നമ്മുടെ ഈ ഒരു ബസ് ഇങ്ങനെ ഓടിച്ചോടിച്ച്, ബസ്സല്ല നമ്മുടെ ചേസ് ഇങ്ങനെ ഓടിച്ചോടിച്ച് പോകണം. വഴി കൂടെ പോകുന്നവരെല്ലാം ഗൈസ് നമ്മുടെ വണ്ടിയിലൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്, അത് വേറെ ലെവലൊരു ഫീലാണ്. നമുക്ക് എന്തായാലും 1 വേ കട്ട് ചെയ്ത് അങ്ങ് പോയേക്കാവേ. എല്ലാ സൈഡും എല്ലാം നമ്മൾ നല്ല രീതിയിൽ നോക്കി ഓടിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വണ്ടി ചെന്ന് തട്ടുന്നതായിരിക്കും. ബസ്സാകുമ്പോൾ നമുക്ക് ആ ഒരു സീനില്ല, ഇത് ചേസല്ലേ. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ മൈന്യൂട്ടായിട്ട് നമ്മൾ ഓടിച്ച് വേണം, നോക്കി വേണം ഓടിക്കാനായിട്ട്. ആൻഡ് ഫൈനലി കേസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിനകത്ത് എന്തായാലും ഈ ഒരു ബസ് കയറ്റാനായിട്ട് പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് വീട്ടിനകത്തോട്ട് കയറ്റിയിട്ട് അന്നേരം തന്നെ ഒന്ന് ഇറക്കിയേക്കാവേ. വീട്ടിൽ കയറ്റിയെന്നാകുമല്ലോ. അതിനുശേഷം അപ്പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി നമ്മുടെ വണ്ടി ഇടാം. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ പുത്തൻ ചേസ് കയറ്റാനായിട്ട് പോവാണ്. ഏതാ വൈബ്, ആ ഒരു നെറ്റിപ്പട്ടമൊക്കെ കിടക്കുമ്പം വേറെ ലെവലാണ് കാണാനായിട്ട്. ഇത് മൊത്തം ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറ്റാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വണ്ടി ഇട്ടാൽ മതിയായിരുന്നു.
ബട്ട് ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല ഗൈസ്, കാരണം മെയിൻ റോഡാണ് സൈഡിൽ വരുന്നത്. അപ്പോൾ വണ്ടികളൊക്കെ വന്ന് തട്ടും. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പ്ലോട്ട് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അതെന്ന് പറയുകയാണെങ്കിൽ ഒരു ഓഡിറ്റോറിയമാണേ. അപ്പം ഞാൻ കാണിച്ചു തരാം. ആ ഒരു പച്ച കണ്ടോ, അതൊരു ഓഡിറ്റോറിയമാണ്. അതിപ്പോൾ എന്തായാലും വർക്കിംഗ് ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ടിൽ നമ്മുടെ വണ്ടി ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പതിയെ വണ്ടി ഇങ്ങനെ അങ്ങ് കയറ്റിയേക്കാം. ഇവിടെ ആണെങ്കിൽ സുഖമായിട്ട് വണ്ടി കിടന്നോളും, കുഴപ്പമൊന്നുമില്ല, സേഫാണ്. ആ ചരിഞ്ഞ് വരുന്ന വരവ് കണ്ടോ ഗൈസ്, ഏതാ ലുക്ക് അല്ലേ. ഓക്കെ, നമ്മുടെ ചെറുക്കനെ തന്നെ ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 2 ബസ്സൊക്കെ ഗൈസ് എന്തായാലും ഇടാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ 2ൽ കൂടുതൽ ബസ്സെങ്ങാണ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ സ്ഥലത്ത് കൊണ്ട് നമ്മുടെ വണ്ടികളിടാം. അപ്പോൾ ഇനിയും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. വൈകിട്ടെങ്ങാണം ആകുമ്പോൾ ഈ ഒരു ചേസും എടുത്ത് ജസ്റ്റ് എന്തെങ്കിലും ഫോട്ടോഷൂട്ടിനോ റീൽ എടുക്കാനോ എല്ലാം പോകാം. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് നമ്മുടെ വണ്ടി വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വണ്ടി ഒന്ന് സെറ്റാക്കണം ഗൈസ്. ഏതെങ്കിലും ഒരു വണ്ടി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ആ ഒരു വണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് തന്നെ സെറ്റാക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി എടുക്കുക വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.